മഞ്ഞുമൂടിയ മലനിരകളും പൈൻ മരങ്ങളും അതിരുന്ന പെഹൽഗാമിലെ ബൈസരൺ താഴ്വര സഞ്ചാരികളുടെ സ്വപ്നഭൂമിയായിരുന്നു. ആ സ്വപ്നഭൂമിയിലേക്ക് ഭീകരർ നുഴഞ്ഞുകയറി നടത്തിയ ഭീകരാക്രമണത്തിന് ഇന്നേക്ക് ഒരാണ്ട്. 2025 ഏപ്രിൽ മാസം 22 പെഹൽഗാം ഭീകരാക്രമണത്തിൽ പൊലിഞ്ഞത് 26 നിഷ്കളങ്ക ജീവനുകളാണ്. പെഹൽഗാം എന്ന പേരിനൊപ്പം പതിഞ്ഞുപോയ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ മലയാളിയായ എൻ രാമചന്ദ്രനുമുണ്ട്. ഹണിമൂൺ ആഘോഷിക്കാനായി എത്തിയ ഹിമാൻഷി നർവാൾ തന്റെ ഭർത്താവായ നേവി ഓഫീസർ ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ മൃതദേഹത്തിന് സമീപം നിസ്സഹായയായി പൊട്ടിക്കരയുന്ന ചിത്രം രാജ്യത്തിന്റെ തന്നെ നോവായി മാറിയതാണ്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞാണ് നമ്മുടെ രാജ്യം അതിർത്തി കടന്നുള്ള ആ കൊടും ഭീകരതയ്ക്ക് മറുപടി നൽകിയത്. ഹൈ-ഫൈവും പരിശോധിക്കുന്നു അവർ മായ്ച്ച സിന്ദൂരം. non-military targets and confined to terrorists. അങ്ങനെ പെഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായ മലയാളി എൻ രാമചന്ദ്രന്റെ മകൾ ആരതി ആർ മേനോന്റെ പ്രതികരണം കൂടി കേൾക്കാം ഈ ഘട്ടത്തിൽ. കഴിഞ്ഞ കൊല്ലം അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് ഉണ്ടായ നഷ്ടം, അതിൻ്റെ പെയിൻ എപ്പോഴും ഉണ്ടാവും. പക്ഷേ ആ പെയിൻ എനിക്കൊരു ശബ്ദം തന്നിട്ടുണ്ട്. ബ്ലീഡ് ഇന്ത്യ വിത്ത് 1000 കട്ട്സ് എന്ന് പറയുന്ന പാകിസ്ഥാനോട് നല്ലൊരു റിപ്ലൈ ആയിട്ട് ഇന്ത്യ കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ട് വേൾഡിൻ്റെ മുമ്പിൽ ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം എന്താണ്, വാട്ട് ഇന്ത്യ ഇസ് എന്ന് കാണിച്ച് ഒരു പ്രൗഡ് ഭാരതീയായിട്ട് ഞാനിവിടെ നിൽക്കുന്നു. ഭാരത് മാതാ കി ജയ്. അതാണ് ആരതി ആർ മേനോന്റെ വാക്കുകൾ. ലഷ്കർ ഇ തയ്യബയുടെ നിഴൽ സംഘടന ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ആയിരുന്നു അന്ന് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ. ആക്രമണകാരികളെ കഴിഞ്ഞ ജൂലൈയിൽ തന്നെ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു. ഭീകരരെ സഹായിച്ച 2 തദ്ദേശീയരെ അറസ്റ്റ് ചെയ്തതിലൂടെ ആഭ്യന്തര സുരക്ഷാ പഴുതുകളും അടച്ചു. പാകിസ്ഥാനുമായി അന്ന് വിച്ഛേദിച്ച നയതന്ത്ര ബന്ധം നമ്മുടെ രാജ്യം ഇന്നും പുനഃസ്ഥാപിച്ചിട്ടില്ല. പെഹൽഗാം ഇന്ന് പതുക്കെ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. സഞ്ചാരികൾ വീണ്ടും കശ്മീരിലേക്ക് എത്തുന്നുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നത്തെക്കാളും കർക്കശവുമാണിപ്പോൾ. പക്ഷേ അന്ന് പഹൽഗാമിനെ തുടർന്ന് അടച്ച ബൈസൺ വാലി ഇനിയും തുറന്നിട്ടുമില്ല. സുജിചന്ദ്രൻ നമുക്കൊപ്പം വിശകലനങ്ങളുമായി തത്സമയം ചേർന്നുണ്ട്. സുജിചന്ദ്രൻ, ഗുഡ് ഈവനിങ്. അന്ന് ഈ സംഭവം ഉണ്ടായി വാർത്ത റിപ്പോർട്ട് ചെയ്ത ആളുകൂടിയാണ് സുജിചന്ദ്രൻ. 26 നിഷ്കളങ്കരായ മനുഷ്യരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നമ്മുടെ രാജ്യം നൽകിയ ശക്തമായ മറുപടി. ആ ഭീകരതയെ ഈ രാജ്യം ഒരിക്കലും മറക്കില്ല, പൊറുക്കില്ല. പഹൽഗാം ഭീകരാക്രമണം നടന്ന് ഇന്നേക്കൊരാണ്ട്. എങ്ങനെ ഓർമ്മിക്കുന്നു? സേതു, ആ ഒരു ആക്രമണത്തിൻ്റെ പ്രത്യേകത ഈ ആധുനിക കാലത്ത് നടന്ന ഏറ്റവും ഹീനമായ ഭീകരാക്രമണങ്ങളിൽ ഒന്നായതുകൊണ്ടാണ്. അത് 26 മനുഷ്യർ, വിലപ്പെട്ട മനുഷ്യജീവനുകൾ നമുക്ക് ഇന്ത്യക്ക് നഷ്ടമായതുകൊണ്ട് മാത്രമല്ല, മതം പറഞ്ഞ് കൊലപാതകം നടത്തി എന്നുള്ള ആ അപകടത്തിൻ്റെ ഏറ്റവും നിഷ്ഠുരത മാത്രമല്ല, സ്ത്രീകളെ മാറ്റി നിർത്തി പുരുഷന്മാരെ വെടിവെച്ച് കൊന്നിട്ട് അതിനാണല്ലോ പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്നൊക്കെയുള്ള പേരിൽ തന്നെ പ്രതികരണങ്ങൾ ഉണ്ടായത്. പ്രത്യേകിച്ച് ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കശ്മീർ ഇന്ത്യയിലെ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ്. സ്വർഗത്തിൻ്റെ ഒരു തുണ്ട് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന അത്രയും സൗന്ദര്യമുള്ള ഒരു സ്വർഗഭൂമിയാണ്. അവിടേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഹിമാൻഷി നർവാൾ, ലഫ്റ്റനന്റ് വിനയ് നർവാളിൻ്റെ ശരീരത്തിനരികിൽ ഇരിക്കുന്ന ആ ചിത്രം അതിപ്പോൾ സ്ക്രീനിൽ മിന്നി മറഞ്ഞു പോയി. ആ ഒരു ചിത്രം എത്രയോ പ്രൊഫൈൽ ചിത്രങ്ങളായി ഇന്ത്യയുടെ ആകെ വികാരമായൊരു രാജ്യത്തിൻ്റെ വേദനയായി മാറിയതാണ് ആ സമയത്ത് എന്നോർക്കുന്നു. അതിനുശേഷം രാജ്യം ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് എങ്ങനെയൊക്കെ സഞ്ചരിച്ചു എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് എന്തിലൂടെയൊക്കെ നമ്മൾ കടന്നു വന്നു. ഓപ്പറേഷൻ സിന്ദൂർ, അതിനുശേഷം ഉണ്ടാകുന്നു കനത്ത തിരിച്ചടി. ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നൽകുന്നു, 100ഓളം ഭീകരരെ കൊല്ലുന്നു. അതിനുശേഷം ഈ ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികളായ സുലൈമാൻ എന്ന ഹാഷിം മുഷ, ഹംസ അഫ്ഗാനി,
ജിബ്രാൻ എന്നിവരെ കഴിഞ്ഞ ജൂലൈയിൽ ഇന്ത്യൻ സൈന്യം കൊലപ്പെടുത്തുന്നു. ഓപ്പറേഷൻ മഹാദേവ് എന്നായിരുന്നു അതിന് പേരിട്ടിരുന്നത്. ഇപ്പോൾ അവിടെ ലഷ്കർ ഇ തോയ്ബയുടെ നേരത്തെ പറഞ്ഞ പോലെ നിഴൽ സംഘടനയായിട്ടുള്ള ഈ സംഘടനയെ ദ റെസിഡൻറ്റ് ഫ്രണ്ടിൻ്റെ ഇന്ത്യൻ വേരുകളെ പൂർണ്ണമായിട്ടും നമുക്ക് തകർക്കാനായി. ഇപ്പോൾ പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിലെ നദർ നദിക്കരയിൽ ഈ 26 രക്തസാക്ഷികളുടെയും രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ഒരർത്ഥത്തിൽ അങ്ങനെ തന്നെ പറയാം നമുക്ക്, രക്തസാക്ഷികളുടെയും ചിത്രങ്ങൾ, പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. അതിൽ 13-ാം പേരുകാരനായി നമ്മുടെ മലയാളിയായിട്ടുള്ള എൻ രാമചന്ദ്രനുമുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു വരുമ്പോൾ പുൽമേടുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഇതെന്ന് നമുക്കറിയാം. അത് പ്രധാനമായിട്ടും 4 താഴ്വരകളാണ് അവിടെയുള്ളത്. ആരാവാലി എന്നൊരു താഴ്വരയുണ്ട്, പിന്നെ ബേട്ടാ വാലി, പിന്നെ ചന്ദൻ വാലി, ബൈസരൻ വാലി. ഇതിൽ ബൈസരൻ വാലി ഇപ്പോഴും തുറന്നു കൊടുത്തിട്ടില്ല. അന്ന് അടച്ച 41 കേന്ദ്രങ്ങളിൽ ബൈസരൻ വാലി അടക്കമുള്ള ഏതാനും പ്രദേശങ്ങൾ മാത്രമാണ് ഇപ്പോഴും തുറന്നു കൊടുക്കാത്തത് സഞ്ചാരികൾക്കായി. പഴയ പോലെ അല്ലെങ്കിലും സഞ്ചാരികൾ അവിടെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കാശ്മീർ അതിൻ്റെ സ്വാഭാവികതയിലേക്ക് പതിയെ തിരികെ എത്തുന്നുണ്ട്. കുതിരസവാരിക്കാരും അതേപോലെയുള്ള അവിടുത്തെ കച്ചവടക്കാരും, തെരുവ് കച്ചവടക്കാരും, ഭക്ഷണ കച്ചവടക്കാരും, ഹോട്ടലുകളും ഒക്കെ അവിടെ വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. മാത്രമല്ല അവിടെ കത്ര ശ്രീനഗർ വന്ദേ ഭാരത് തീവണ്ടി സർവീസ് നമ്മൾ വീണ്ടും തുടങ്ങി. അമർനാഥിലേക്ക് പുതിയ യാത്രാമാർഗം തുറന്നു. ഈ ചന്ദൻ വാലിയിൽ ചെറിയ നിയന്ത്രണങ്ങളൊക്കെ ഇപ്പോഴുമുണ്ട്. കാരണം ഈ പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ അവിടെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അങ്ങനെ കാശ്മീർ അതിൻ്റെ സ്വാഭാവികതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്തോഷം കൂടി ഈ ഒരു സമയത്തുണ്ട്. അപ്പോഴും ഈ അതിർത്തി കടന്ന് അതിർത്തിക്കപ്പുറത്ത് 100 കിലോമീറ്റർ ഉള്ളിലേക്ക് എങ്ങനെയായിരുന്നു ഭീകരർ എത്തിയത്? ഈ ആക്രമണത്തിന് ശേഷം എങ്ങനെ അവർക്ക് ആയുധങ്ങളുമായി തന്നെ തിരിച്ചു പോകാനായി എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. പക്ഷേ അപ്പോഴും അതിന് രാജ്യം തക്കതായ മറുപടി നൽകിക്കഴിഞ്ഞു എന്നുള്ള ഏറ്റവും ആശ്വാസകരമായ, അഭിമാനകരമായ, സന്തോഷകരമായ കാര്യവും നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. നിരപരാധികളുടെ രക്തം കൊണ്ട് ആ മഞ്ഞിൽ വീണ അമൂർത്ത ചിത്രങ്ങൾക്ക് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പകരം വീട്ടി. ഭാരതത്തിൻ്റെ ഹിമശിഖരം ഇന്ത്യയുടെ അഭിമാനമായി അവിടെ ഇപ്പോഴും നിലകൊള്ളുന്നു, ഭൂമിയിലെ സ്വർഗമായി എന്നുള്ളത് സന്തോഷം. സിധു. ഓക്കെ സുചന്ദ്രൻ, ശരി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതായത് ചില അതിരുകൾ അത് ഒരിക്കലും ലംഘിക്കപ്പെടാൻ പാടുള്ളതല്ലെന്നും മറിച്ചുണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതം കഠിനമായിരിക്കുമെന്നും ഇന്ത്യൻ സൈന്യം ഇന്നലെയും ഓർമ്മിപ്പിച്ചതാണ്. ആ ഓർമ്മപ്പെടുത്തൽ ഒരു തരത്തിൽ പഹൽഗാമിലെ രക്തസാക്ഷികൾക്കുള്ള നീതി കൂടിയാണ്. ബൈസരൻ താഴ്വരയിൽ പൊലിഞ്ഞ ആ 26 മനുഷ്യരെ ഓർത്തുകൊണ്ട് അവർക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുകയാണ് നമ്മൾ. അടുത്ത വാർത്തയിലേക്ക് പോകും.